ഹലോ പ്രിയമുള്ളവരെ, നമ്മളുടെ SSLC റിസൾട്ടൊക്കെ വന്നു. ഇനി +1 അപേക്ഷ കൊടുക്കാനുള്ള ഒരു കാത്തിരിപ്പിലാണ്. പറഞ്ഞിരിക്കുന്നത് ഇന്ന് അതിൻ്റെ നോട്ടിഫിക്കേഷൻ ഇറങ്ങുമെന്നുള്ളതാണ്. ഇതുവരെയായിട്ട് ഇറങ്ങിയിട്ടില്ല. ഇന്ന് ഉച്ചയ്ക്ക് ശേഷമൊക്കെ ആയിട്ട് അതിൻ്റെ നോട്ടിഫിക്കേഷൻ വരാൻ സാധ്യതയുണ്ട്. +1 അപേക്ഷ സമർപ്പിക്കാൻ തയ്യാറായി നിൽക്കുന്ന കുട്ടികൾ, പാരൻസ് വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒന്നാമത്തെ കാര്യം, നിങ്ങളുടെ ഒരു ധൃതി കൂട്ടേണ്ടതില്ല എന്നുള്ളതാണ്. സഫീഷ്യൻ്റ് ആയിട്ടുള്ള സമയം നമ്മുടെ മുന്നിൽ വരും. ആദ്യം തന്നെ ചെയ്യേണ്ടത്, ഈ വീഡിയോയിലൂടെ പങ്കുവെക്കുന്നത് നമ്മളുടെ +1 അപേക്ഷ സമർപ്പിക്കുമ്പോൾ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളെക്കുറിച്ചാണ്. വളരെ നല്ല രീതിയിൽ SSLC പഠനമൊക്കെ നടത്തി പരീക്ഷയൊക്കെ കഴിഞ്ഞു, നല്ല സ്കോറൊക്കെ കിട്ടി. നിങ്ങൾക്ക് കിട്ടിയത് എത്ര A+കളാവട്ടെ, ഏത് ഗ്രേഡുകളാവട്ടെ, നിങ്ങൾക്കെല്ലാം +1 അഡ്മിഷൻ എടുക്കാനുള്ള സാഹചര്യം കേരളത്തിൽ ലഭ്യമാണ്. അപ്പോൾ മാർക്ക് കൂടുതലുള്ളവർക്ക് അവർ പ്രതീക്ഷിക്കുന്ന സ്കൂളും കോമ്പിനേഷൻസൊക്കെ വളരെ വേഗത്തിൽ കിട്ടും. മറ്റുള്ളവർ ചിലപ്പോൾ കുറച്ച് വെയിറ്റ് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ മറ്റേതെങ്കിലും സ്കൂളുകളിലേക്കോ കോമ്പിനേഷനിലേക്കോ മാറേണ്ടി വരും, സ്വാഭാവികമാണ്. എന്നിരുന്നാലും നമ്മൾക്ക് താല്പര്യമുള്ള എല്ലാ സ്കൂളുകളും എല്ലാ കോമ്പിനേഷനും അപ്ലൈ ചെയ്യാനുള്ള ഒരു അവസരമുണ്ട്. അത് നമ്മൾ എന്തായാലും വിനിയോഗിക്കണം. പിന്നെ ബാക്കിയുള്ളതെല്ലാം സെൻട്രലൈസ്ഡ് റാങ്കിങ് സിസ്റ്റമാണ്. ഇതിൽ നിങ്ങൾക്കറിയാം, ഇതിൽ മറ്റൊരു ഇടപെടലുകളുമില്ല, എല്ലാം സിസ്റ്റമാറ്റിക്കാണ്. അപ്പോൾ ഇനി ശ്രദ്ധിക്കേണ്ടത് എന്തൊക്കെയാണ് പ്രധാനമായിട്ടും നമ്മൾ കാര്യമായിട്ട്, ഇപ്പോൾ പലവരുടെ അടുത്തും നിങ്ങളുടെ അന്വേഷണങ്ങൾ നടത്തിയിട്ടുണ്ടാവും. നമ്മുടെ സിംഗിൾ വിൻഡോ സിസ്റ്റം എന്ന് പറയുന്നത്, ഏകജാലക സിസ്റ്റം എന്ന് പറയുന്നത് ഇന്നോ ഇന്നലെയോ അല്ല, ഒരുപാട് വർഷങ്ങളായിട്ട് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഒരുപാട് സെൻറ്ററുകളിലും ഒരുപാട് വ്യക്തികൾക്കും ഇതിനെക്കുറിച്ച് ധാരണകളൊക്കെ ഉണ്ടാവും. എന്നിരുന്നാലും നമ്മൾ പ്രത്യേകമായിട്ട് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. +1 അപേക്ഷിക്കുന്ന വിദ്യാർത്ഥികളാവട്ടെ, രക്ഷിതാക്കളാവട്ടെ, അല്ലെങ്കിൽ ബന്ധപ്പെട്ട ആരാണെങ്കിലും ഈ വർഷത്തെ നോട്ടിഫിക്കേഷൻ, ഞാൻ ഈ വീഡിയോ തയ്യാറാക്കുന്ന ഈ സമയം വരെ ഏകദേശം ഒരു 12 മണി സമയമാവുന്നു. ഇതുവരേക്കും നോട്ടിഫിക്കേഷൻ ഇറങ്ങിയിട്ടില്ല. ഇന്ന് ഉച്ചയ്ക്ക് ശേഷമൊക്കെ ആയിട്ട് നോട്ടിഫിക്കേഷൻ ഇന്നാണ് പറഞ്ഞിട്ടുള്ളത്. നോട്ടിഫിക്കേഷൻ വന്നാൽ ആദ്യം തന്നെ ചെയ്യേണ്ടത് ആ നോട്ടിഫിക്കേഷൻ എടുത്ത് പൂർണ്ണമായി ഒന്ന് വായിച്ചു നോക്കണം. ഈ വർഷത്തെ അഡ്മിഷനുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും A to Z അതിൽ പറയുന്നുണ്ട്. എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് ചെയ്യാൻ പാടില്ലാത്തത്, ഏതൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്, എല്ലാം അതിലുണ്ടാവും. അതിനെ പൂർണ്ണമായിട്ടും എടുത്തൊന്ന് വായിച്ച്, പറ്റുമെങ്കിൽ അത് പ്രിൻ്റ് എടുത്തിട്ടാണെങ്കിലും, എന്നിട്ട് വേണം അപേക്ഷ സമർപ്പിക്കാൻ, ഓൺലൈൻ ആപ്ലിക്കേഷനിലേക്ക് കടക്കാൻ. അങ്ങനെ ആകുമ്പോൾ ഗുരുതരമായിട്ടല്ല, നമ്മുടെ അറിവില്ലായ്മ മൂലം നമുക്ക് സംഭവിക്കാവുന്ന തെറ്റുകളൊക്കെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. ഇനി അതൊക്കെ പരിശോധിച്ചു, നിങ്ങൾ മറ്റു ഇൻഫർമേഷൻസൊക്കെ സീക്ക് ചെയ്തു, നിങ്ങൾക്ക് ഇനി ഏതെങ്കിലും തരത്തിൽ ഇതിൻ്റെ ഒരു ക്ലാരിറ്റിയിൽ എന്തെങ്കിലും നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ നമ്പറിൽ, ഈ താഴെ കാണിച്ചിട്ടുള്ള ഈ നമ്പറിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്താൽ തീർച്ചയായിട്ടും നമുക്ക് പറ്റാവുന്ന അസിസ്റ്റുകളെല്ലാം നൽകുന്നതാണ്. അഡ്മിഷനുമായി ബന്ധപ്പെട്ട് നമ്മൾക്ക് ഒരു വ്യക്തത വരുത്തേണ്ടതുണ്ട്. എന്നിട്ട് വേണം അതിൻ്റെ ആപ്ലിക്കേഷൻ നിങ്ങൾ എന്ത് ചെയ്യാൻ, ഫോർവേഡ് ചെയ്യാൻ. ധൃതി വെച്ച് ആപ്ലിക്കേഷൻ ഫോർവേഡ് ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് പോകരുത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നീട് അത് കറക്റ്റ് ചെയ്യുക, അങ്ങനെ പറയുന്ന കുറേ പ്രയാസങ്ങൾ വരും. ഏതായിരുന്നാലും നിങ്ങൾ ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഓൺലൈൻ സബ്മിഷന് വേണ്ടി പോകുമ്പോൾ കരുതേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് നിർബന്ധമായിട്ടും ഒന്ന്, നിങ്ങളുടെ SSLC എഴുതിയ ആ SSLC രജിസ്റ്റർ നമ്പർ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പ്രിൻ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ ആ ഒരു മാർക്ക് ഷീറ്റിൽ അതിലുണ്ടാവുമല്ലോ, അത് കൃത്യമായിട്ട് തെറ്റാതെ നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. ഡേറ്റ് ഓഫ് ബർത്ത് ഉണ്ടാവണം. ഡേറ്റ് ഓഫ് ബർത്ത് എന്ന് പറയുമ്പോൾ അതും നിങ്ങളുടെ ഔദ്യോഗികമായിട്ടുള്ളത്. പിന്നെ പാസ്സായ ഇയറും മന്തും, ചിലപ്പോൾ ഈ വർഷം പാസ്സായി കഴിഞ്ഞ വർഷം പാസ്സായവരൊക്കെ അപ്ലൈ ചെയ്യാനുണ്ടാവും. അപ്പോൾ അത് നിങ്ങളുടെ കയ്യിൽ കരുതണം. ഈ രജിസ്ട്രേഷൻ പൂർത്തിയാക്കുന്നത് ഒരു OTP സംവിധാനം ഒരു മൊബൈലിലേക്ക് വരേണ്ടതുണ്ട്. ഒരു മൊബൈൽ നമ്പറുമായിട്ടാണ്, വളരെ വാലിഡ് ആയിട്ടുള്ള, എപ്പോഴും ആക്റ്റീവ് ആയിട്ടുള്ള, എന്ത് ഇൻഫർമേഷൻ വരുമ്പോഴും അതിലേക്ക് പെട്ടെന്ന് കിട്ടാവുന്ന റേഞ്ചുള്ള ഒരു മൊബൈൽ നമ്പർ, നിങ്ങൾ ഉപയോഗിക്കുന്ന പ്രൈമറി നമ്പർ തന്നെ അതിൽ കൊടുക്കണം. പിന്നെ കാസ്റ്റ് കൃത്യമായിട്ട് അത് രേഖപ്പെടുത്തേണ്ട കോളത്തിൽ രേഖപ്പെടുത്തണം. തെറ്റായിട്ട് ഇത് കൊടുക്കാൻ പാടില്ല. നിങ്ങൾ പഠിച്ച സ്കൂളിൻ്റെ പേര് നിങ്ങൾക്കറിയാം, സ്കൂളിൻ്റെ കോഡും നിങ്ങൾ കരുതി വെക്കണം. അല്ലാതെ അക്ഷയ ചെല്ലുമ്പോൾ ആ സമയത്ത് അത് തെറ്റായി കൊടുക്കരുത്. പിന്നീട് OEC പോലത്തെ വിഭാഗങ്ങളിലൊക്കെ ഉൾപ്പെടുന്നവരാണെങ്കിൽ അതവിടെ മാർക്ക് ചെയ്യണം. ആധാർ നമ്പർ എന്ന് പറയുന്നത്
നിങ്ങളുടെ ആധാറിൻ്റെ കോപ്പി കയ്യിൽ വെച്ചാലും മതി. ആധാർ നമ്പർ എന്ന് പറയുന്നത് അതിലുണ്ടാവണം. പിന്നീട് ഉണ്ടാകുന്ന മറ്റു സർട്ടിഫിക്കറ്റുകളാണ് NCC, SPC, ലിറ്റിൽ കൈറ്റ്, അല്ലെങ്കിൽ സ്പോർട്സ്, ആർട്സ്, ഇങ്ങനെ പറയുന്നതിലൊക്കെ പങ്കെടുത്തിട്ടുള്ള ബോണസ് പോയിന്റുകൾ കിട്ടാവുന്ന, അല്ലെങ്കിൽ നിങ്ങൾക്ക് SSLCക്ക് ഗ്രേസ് മാർക്ക് ലഭിച്ചിട്ടുള്ള ചില സർട്ടിഫിക്കറ്റുകളൊക്കെ ഉണ്ടാവും. അത് ബോണസ് പോയിന്റ് കൂടി കിട്ടും അല്ലേ? അഡ്മിഷൻ സമയത്ത് നിങ്ങൾക്ക് ബോണസ് പോയിന്റ് കൂടി കിട്ടുന്നതാണ്. അപ്പോൾ അത്തരം സർട്ടിഫിക്കറ്റുകളുടെ കോപ്പി, അതിൻ്റെ നമ്പറുകളും മറ്റു കാര്യങ്ങളും ഡീറ്റെയിൽസ് അതിൽ കൊടുക്കേണ്ടി വരും, ഡേറ്റൊക്കെ. പിന്നെ മറ്റൊന്ന്, ഈ പഠന വൈകല്യമുള്ള അത്തരത്തിലുള്ള ഭിന്നശേഷിയുള്ള വിദ്യാർത്ഥികളുണ്ട്. അവർക്കൊരു പ്രത്യേക കോട്ട തന്നെയുണ്ട്. അവർ ജനറലിൽ അപ്ലൈ ചെയ്യാം. പ്രത്യേകിച്ച് അവർക്ക് IED സ്റ്റുഡൻസ് എന്നുള്ളത് നമ്മൾ പറയാറുണ്ടല്ലോ. അങ്ങനെയുള്ളവർക്ക് അതിൻ്റെ ഒരു റിസർവേഷൻ കോട്ടയുണ്ട്. അപ്പോൾ അതിൻ്റെ സർട്ടിഫിക്കറ്റ്, അതിൻ്റെ മെഡിക്കൽ ബോർഡ് നൽകിയിട്ടുള്ള സർട്ടിഫിക്കറ്റ് അത് കയ്യിൽ കരുതണം, അത് അപ്ലോഡ് ചെയ്യണം. അങ്ങനെ പറയുന്ന ഫോർമാലിറ്റീസ് അത് വളരെ റയർ, കുറച്ച് കുട്ടികൾക്കാണല്ലോ ഉണ്ടാവുക. പിന്നെ ഇക്കണോമിക്കലി വീക്കർ സെക്ഷൻസ് എന്ന് പറയുന്ന മുന്നോക്കം നിൽക്കുന്ന ജനറൽ കാറ്റഗറിയിൽപ്പെട്ടവർക്ക് 4 ലക്ഷത്തിന് താഴെയാണ് അവരുടെ വാർഷിക വരുമാനമെങ്കിൽ അവർക്ക് റിസർവേഷൻ ഉണ്ട്. അത് ഗവൺമെൻറ് സ്കൂളുകളിൽ മാത്രമേ ഉള്ളൂ, എയ്ഡഡിലില്ല. അപ്പോൾ അത്തരം സ്കൂളുകളിൽ അത്തരം കോട്ടയിലേക്ക് 10% അത്തരം കോട്ടയിലേക്ക് അപ്ലൈ ചെയ്യുന്നവർ വില്ലേജ് ഓഫീസുകളിൽ നിന്ന് ആ വരുമാന സർട്ടിഫിക്കറ്റ് കൂടി, അങ്ങനെയുള്ളവർ മാത്രം. പിന്നെ പ്രധാനമായിട്ടും നിങ്ങൾ ഏത് സ്കൂളുകളിലേക്കൊക്കെയാണ് അപ്ലൈ ചെയ്യുന്നത്, ഏതൊക്കെ കോഴ്സുകളാണ്, ആ സ്കൂളിൻ്റെ കോഡ്, കോഴ്സ് കോമ്പിനേഷൻ്റെ കോഡ്, അങ്ങനെ പറയുന്നത് അത് പ്രയോറിറ്റി പ്രകാരം ഫസ്റ്റ് ഏത് സ്കൂള്, അതിലേത് കോഴ്സ്, ദെൻ പിന്നെ ഏതാണ് കോഴ്സ് ഏതാണ്. നിങ്ങൾക്ക് ഏറ്റവും ആദ്യമായിട്ട് ലഭിക്കേണ്ട കോഴ്സ് അത് ഏത് സ്കൂളിൽ, പിന്നെ അടുത്തത്, അങ്ങനെ നിങ്ങൾക്ക് ആവശ്യമുള്ളത് മാത്രം. നിങ്ങൾക്ക് ഒരിക്കലും കിട്ടിക്കഴിഞ്ഞാൽ അഡ്മിഷൻ എടുക്കില്ല എന്ന് കരുതുന്ന, അല്ലെങ്കിൽ അവിടെ പഠിക്കാൻ പറ്റില്ല, അങ്ങനെയുള്ളത് ഓപ്ഷൻ കൊടുക്കരുത്. മുൻ വർഷങ്ങളിലെ പ്രകാരമാണെങ്കിൽ ഈ അലോട്ട്മെൻറ്റ് കഴിഞ്ഞതിന് ശേഷം പിന്നീട് വേക്കൻസി വന്ന സീറ്റുകൾക്ക് അപ്ലൈ ചെയ്തതിന് ശേഷമാണ് ട്രാൻസ്ഫർ വരുന്നത്. അതുകൊണ്ട് ഏതെങ്കിലും സ്കൂളിൽ അഡ്മിഷൻ എടുത്തിട്ട് ട്രാൻസ്ഫർ ആവാം എന്ന് വിചാരിക്കുന്ന ഒരവസ്ഥ ഉണ്ടാവരുത്. അങ്ങനെ ഒരിക്കലും കരുതരുത്. ഓക്കെ, അപ്പോൾ അത് വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. നിങ്ങൾക്ക് ആവശ്യമുള്ള സ്കൂളുകൾ കോമ്പിനേഷൻസ് മാത്രം കൊടുക്കുക, അതിനപ്പുറത്തേക്ക് കൊടുക്കരുത്. അപ്പോൾ പൂർണ്ണമായിട്ടും നിങ്ങൾ നോട്ടിഫിക്കേഷൻ ശ്രദ്ധിക്കണം. വിശദമായിട്ട് ഇനി മറ്റേതെങ്കിലും ക്ലാരിറ്റിക്കോ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യണം. തീർച്ചയായിട്ടും നമുക്ക് സഹായിക്കാൻ സാധിക്കും. മറ്റൊന്ന്, ഇനി അഡ്മിഷൻ നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് വിശദമായിട്ട് ഡിസ്കസ് ചെയ്യാം. ഏതെങ്കിലുമൊക്കെ കൺഫ്യൂഷൻസ്, ക്ലാരിറ്റിയൊക്കെ ആവശ്യമുള്ളവർ കമൻറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന സ്കൂളും കോഴ്സും ഒക്കെ നിങ്ങൾക്ക് കിട്ടട്ടെ. നിങ്ങളുടെ ആപ്ലിക്കേഷൻ വളരെ സക്സസ്ഫുൾ ആയിട്ട് നിങ്ങൾക്ക് പൂർത്തിയാക്കാൻ സാധിക്കട്ടെ. യൂസർ ID, പാസ്വേഡ് അതൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അതൊന്നൊരിക്കലും അത് എഴുതി വെക്കണം, അതൊരിക്കലും വിട്ടുപോകരുത്. പല കാര്യങ്ങൾക്കും അത് ആവശ്യമുള്ളതാണ്, അത് പ്രത്യേകം ശ്രദ്ധിക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും ഇനി നോട്ടിഫിക്കേഷന് വെയിറ്റ് ചെയ്യാണ്. നോട്ടിഫിക്കേഷൻ ഇന്ന് തന്നെ ഇറങ്ങും. ഇറങ്ങിക്കഴിഞ്ഞാൽ അത് പൂർണ്ണമായിട്ടും ഒരു ആവർത്തി വായിക്കണം. എന്നിട്ട് വേണം ഇതിലേക്ക് കടക്കാൻ. ആപ്ലിക്കേഷൻ ഓൺലൈൻ സിസ്റ്റത്തിലൂടെ ഫോർവേഡ് ചെയ്യാൻ. അങ്ങനെ നിങ്ങൾ അക്ഷയയിൽ പോയിട്ടാണെങ്കിലോ, നിങ്ങൾ പഠിച്ച സ്കൂളുകളിൽ നിന്നാണോ, വീട്ടിലിരുന്നാണോ, എങ്ങനെ ചെയ്യുകയാണെങ്കിലും സമയമെടുത്ത് സാവകാശം വളരെ ശ്രദ്ധിച്ച് വേണം അത് പൂർത്തിയാക്കാൻ. ഇനി ഓരോ ഘട്ടങ്ങളിലും ശ്രദ്ധിക്കേണ്ടതുണ്ട്, മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് നമുക്ക് തൊട്ടടുത്ത വീഡിയോകളിലൂടെ ഒക്കെ പങ്കുവെക്കാം. ഓക്കെ, ബൈ.